അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമ്മളെല്ലാവരും മലയാളികളാണ്. ഇന്ത്യയുടെ കോണിലെ ഒരു കൊച്ചു കോണിലെ ഒരു കൊച്ചു പ്രദേശത്തുള്ള, എന്നാൽ ലോകത്തിന് തന്നെ പല കാര്യത്തിലും മാതൃക കാണിച്ചുകൊണ്ട് നമ്മുടെ നിലപാടുകൾ കൊണ്ടും നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും നമ്മുടെ കൾച്ചർ കൊണ്ടും കേവലം വാക്കുകളിൽ ഉൾപ്പെടാതെ നമ്മുടെ ഐക്യവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സഹായങ്ങളും നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയായി കാണിച്ചു കൊടുത്ത ഒരു സമൂഹമാണ്. ഇവിടെ ഇന്ന് നമ്മുടെ ഈ പാരമ്പര്യവും നമ്മുടെ ഈ ഐക്യവും ഇതിനൊക്കെ ഭീഷണിയാവുന്ന രീതിയിലാണ് ഇന്ന് നാട്ടിൽ നിന്ന് പല വാർത്തകളും നമ്മൾ കേൾക്കുന്നത്. ഈ വാർത്തകളിൽ തന്നെ ഒരു വലിയ ഭൂരിപക്ഷം, ഒരു പക്ഷേ ധാർമ്മികമായ ബോധത്തെക്കാൾ ധാർമ്മികമായ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഇവിടെയാണ് ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഞങ്ങള് ഇവിടെ കയറി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഇസ്ലാം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ ഒരു കൗതുകമുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് ആൾക്കാർ പറഞ്ഞു കേട്ടതല്ലാതെ മുൻധാരണയില്ലാതെ. അതേപോലെ തന്നെ ഇസ്ലാം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് അതിയായ ഒരു ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹവും ഈ കൗതുകവും ഇത് ഒരുമിച്ച് വരുന്ന ഒരു മഹനീയമായ സദസ്സാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ദൗത്യം ഇസ്ലാമിനെ പരമാവധി സിമ്പിളായിട്ട് അതിന്റെ സത്തായ ആശയങ്ങൾ മനസ്സിലാക്കി തരിക, പറയുക എന്നതാണ്. ഒരിക്കലും ഈ ആശയം ശരിയാണ്, എന്റെ ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികളുടെ ആശയം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു ആനന്ദം കൊണ്ടെത്താം എന്നുള്ളതല്ല ഞങ്ങൾ ലക്ഷ്യം. മറിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും പല ആശയങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും ഒരു ചർച്ചക്കും ഒരു സംവിധാനത്തിനും തുടക്കമിടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇസ്ലാം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് വസ്തുതകൾ ഫസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾക്കറിയാം, നമ്മളെ ഇവിടെ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ജീവിക്കുന്നത് കൊണ്ട് മക്കത്തുള്ള കഅബ അതിനെ മുസ്ലിംസ് ആരാധിക്കുന്നില്ല. ഇത് നമ്മൾക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. മുസ്ലിംസ് ഫോളോ ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതും എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നമ്മളെല്ലാവരും കേട്ട് മനസ്സിലാക്കിയത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിംകൾ ആരും പ്രവാചകനെ ആരാധിക്കുന്നില്ല. ഇതും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആരാധിക്കുന്നില്ല, മറിച്ച് വാക്കിനോട് പിൻപറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഈ ഖുർആൻ ഇതിലെ ഫസ്റ്റ് രണ്ടാമത്തെ സൂറത്ത് തുറക്കുമ്പോൾ തന്നെ ഒരു ആയത്തുണ്ട്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ മലയാള ഭാഷയിൽ സംശയം, എന്ത് ടൈപ്പ് സംശയങ്ങൾക്കും എന്താണ് നമ്മൾ സംശയം എന്നാണ് പറയാ. പക്ഷെ അറബിയില് പല ടൈപ്പ് സംശയങ്ങൾക്ക് പല രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മളെ മലയാളത്തിൽ ഒരാൾ അവിടെ കൂടെ പോയോ, അതൊരു ടൈപ്പ് സംശയമാണ്. ഒരാളെ കുറിച്ച് നമുക്ക് അയാളെ സ്വഭാവം അത്ര ശരിയാണോ അല്ലേ, അതൊരു ടൈപ്പ് സംശയമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ നിലനിൽപ്പായി ബന്ധപ്പെട്ട സത്യത്തിൽ സത്യം എന്താണ് എന്ന് നമ്മൾ ഉറക്കാൻ കെടുത്തുന്ന നിലനിൽപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്, റൈബ്. അങ്ങനത്തെ സംശയങ്ങൾക്ക് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി തരിക എന്നതാണ് ഇതിന്റെ ദൗത്യം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് തന്നെ ഖുർആൻ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഈ സദസ്സിൽ ഒരു പക്ഷെ എല്ലാവരും പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ജീവിച്ചത് കൊണ്ട് അറിയുന്നതാണ്. അത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ വിശദീകരിച്ചു തരാം. ആദ്യം ഒരുപക്ഷെ അതിന്റെ ഫസ്റ്റ് ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനക്ക് അർഹനില്ല. ഇതാണ് ഇസ്ലാമിന്റെ സത്തായ ആശയം.
ഇവിടെ നമുക്ക് വരുന്ന ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹു, മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഈ അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാവണമല്ലോ. വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ ഒരു മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ നമ്മളെ വീട്ടിൽ കൊലായിൽ ഒരു ചായ, കട്ടൻ ചായ ഒക്കെ ഇതാക്കി നമ്മളെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് എങ്ങനെ ഇരിക്കാൻ വരും. ഇപ്പൊ നമ്മുടെ നാട്ടില് മഴയ്ക്ക് മുന്നേ എന്ത് വരും? നല്ലൊരു തണുത്ത കാറ്റ് വീശും. ഈ കാറ്റ് ഇതാരാണോ സജ്ജീകരിച്ചത് ആ ശക്തിയാണ് മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത്. കാറ്റിന് പിന്നാലെ എന്ത് വരും? മഴ വരും. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ ആരാണോ, എന്തൊരു ശക്തിയാണോ അത് സജ്ജീകരിച്ചത്, അതിനെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ആ ശക്തിയാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഇതുപോലെ ഈ മഴ പെയ്ത് മണ്ണിൽ നനഞ്ഞ് അതിൽ നിന്ന് പലതും പൊന്തി പൊട്ടി മുളച്ച് അടുത്ത വേനൽക്കാലം വരുമ്പം, മാങ്ങക്കാലം വരുമ്പം പലതരം മാങ്ങകൾ നമ്മൾ കാണുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പറയല് നാട്ടുമാങ്ങ എന്ന് പറയും. നമ്മളെ ഹൈറ്റിൽ ഉണ്ടാവുന്ന ചെറിയ മാങ്ങ, എന്നാൽ അതിന്റെ കോർണർ കടിച്ചാലല്ലേ ജ്യൂസ് ഉണ്ടാവുന്ന മാങ്ങ അല്ലേ, അതൊരു ടൈപ്പ് മാങ്ങ. പിന്നെ വേറെ സേലം മാങ്ങ ഉണ്ട്. അപ്പം ഇതിനൊക്കെ വ്യത്യസ്തമായ നിറങ്ങളും വ്യത്യസ്തമായ രുചികളും വ്യത്യസ്തമായ ക്യാരക്ടറുകളും ഇതാരാണോ സജ്ജീകരിച്ച് വെച്ചത്, ഏതൊരു ശക്തിയാണോ ഇത് സജ്ജീകരിച്ച് വെച്ചത്, അതാണ് അള്ളാഹു. ഇതാണ് സിമ്പിളായിട്ട് ഇസ്ലാമിൽ ഏറ്റവും എളുപ്പത്തിൽ പരിചയപ്പെടുത്തി തരാണെങ്കിൽ അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തി തരുന്നതുണ്ട്. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. ഖുൽഹു അല്ലാഹു അഹദ്. അള്ളാഹു ആരാണ് എന്ന ചോദ്യത്തിലുള്ളൊരു മറുപടിയാണ് അള്ളാഹു ഏകനായ ഒരു ശക്തി. അള്ളാഹു സമദ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒന്നിന്റെയും ആശ്രയം വേണ്ടാത്ത, എന്നാൽ പ്രപഞ്ചത്തിൽ ഓരോ കണികയും ആശ്രയിക്കുന്ന ആ ശക്തിക്കാണ് അള്ളാഹു എന്ന് പറയാം. എന്നാണ് അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. ലം യലിദ് വലം യൂലദ്. അള്ളാഹു ജനിച്ചിട്ടുമില്ല ജനിപ്പിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സമയം എന്ന് പറഞ്ഞ പ്രക്രിയക്ക് ബന്ധിതമല്ല. അള്ളാഹുവിന് മകനുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിനെ പോലെ മറ്റൊന്നും ഇല്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് പോലും അള്ളാഹു എന്താണ് എന്ന് പൂർണ്ണമായി അറിയില്ല എന്നതാണ് അതിൻ്റെ വസ്തുത. എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പരിമിതികൾ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് പോലും മനസ്സിലാവുന്നത് എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മജ്ജയിലും മാംസത്തിനും ഇതിനുള്ളിലൊക്കെ നടക്കുന്ന പ്രക്രിയയിൽ സന്നികരിച്ച, മുഴുവൻ ലോകത്തിനെ ഒരുമിച്ച് നിർത്തിയ നമ്മളെന്തായാലും നമ്മളെ സൃഷ്ടിച്ചവരല്ല. നമ്മളെ ആരാണോ സൃഷ്ടിച്ചത് ആ ശക്തിയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മാർഗത്തിനാണ് ഇസ്ലാം എന്ന് പറയുക. ആ ശക്തിക്ക് ഉള്ള പേരാണ് അള്ളാഹു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊരു പാർട്ട് എന്തായിരിക്കും ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടെ ഇതിന്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം പറയുന്നതിന് മുന്നേ ഒരു പക്ഷേ ഈ അള്ളാഹു ഇത് എന്തുകൊണ്ട് ഒന്ന് തന്നെ ആവണം? ഇത് രണ്ടായിക്കൂടെ, അല്ലെങ്കിൽ മൂന്നായിക്കൂടെ, അല്ലെങ്കിൽ നാലായിക്കൂടെ? ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മാങ്ങ ഉണ്ടാക്കിയത് ഒരാളും മനുഷ്യനുണ്ടാക്കിയത് വേറെ ആളും അത് നിയന്ത്രിക്കുന്നത് വേറെ ആളും ആയിക്കൂടെ? അതൊരു പോസിബിലിറ്റി ആണല്ലോ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ. ഇവിടെയാണ് ഖുർആൻ സൂറത്തു സുമറിലൂടെയും സൂറത്തുൽ അംബിയാവിലൂടെ ഒക്കെ പറയുന്ന രണ്ട് ഉദാഹരണം വെച്ച് പറയുന്നുണ്ട്. രണ്ട് ശക്തികൾ ആയിരുന്നു ലോകം സൃഷ്ടിച്ചത് എങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് അവതരിപ്പിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അവനവൻ സൃഷ്ടിച്ചത് കയ്യിലാക്കാൻ അതാത് ശക്തികൾ എന്ത് ചെയ്യും? ശ്രമിക്കും. ഇതൊന്ന്. ഇതിന്റെ ഫലമായി നടക്കുന്നത് എന്താണ്? മറ്റു ശക്തിയെ ഓവർകം ചെയ്യാൻ ഈ ശക്തി ശ്രമിക്കും. ഇത് മുഖേന മുഴുവൻ ലോകം അത് നശിക്കും. ഇതാണ് വസ്തുതാപരമായി രണ്ട് ശക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കുക എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കണമെങ്കിൽ രണ്ട് സ്റ്റിയറിംഗ് ഉള്ള ഒരു കാറ് പോലെ ആയി പോകും. അതിന്റെ പ്രായോഗികത എത്രയാണ് എന്ന് നമുക്ക് സിമ്പിളായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടി ഇസ്ലാമിൽ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഒരു രണ്ട് വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ഒരു ഉടമ, അദ്ദേഹത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള ഒരു പണിക്കാരനും ഒറ്റ ആളെ ഉടമസ്ഥതയുള്ള ഒരു പണിക്കാരനും, ഇവർ രണ്ടാളും തുല്യമാണോ എന്ന് ചിന്തിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ ഒരു ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കത് സ്ട്രൈക്ക് ചെയ്തോളുന്നില്ല.
പക്ഷെ നമ്മളെ കോർപ്പറേറ്റ് ഓഫീസുകളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതികളിലും ഒക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്ത് അതിൻ്റെ ബാക്കിലുള്ള പൊരുൾ എന്താണെന്ന്. അപ്പം ഇതാണ് സംഭവം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ ഒരു വശത്ത് ഞാൻ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അത് കഴിഞ്ഞു. വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ച ദൂതനാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്ത് ദൗത്യത്തിനാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത് പോലത്തെ കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കി തരാൻ അയച്ചവരാണ് ആര്? പ്രവാചകന്മാർ. ഇങ്ങനെ അവസാനം വന്നതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഞാൻ പറയുന്നതിൽ സത്യത്തിൽ നമ്മൾക്കൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ 1400 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങി വെച്ചൊരു സംരംഭമാണ് ഇസ്ലാം എന്ന് നമ്മൾ പലരും മുസ്ലിങ്ങൾ അടക്കം ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി യഥാർത്ഥത്തിൽ എന്താണ്? നേരെ തലകുത്തനാണ്. 1400 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങി വെച്ചൊരു സംരംഭമല്ല, മറിച്ച് 1400 വർഷങ്ങൾക്ക് മുന്നേ പൂർത്തീകരിക്കപ്പെട്ട ഒരു സംരംഭമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഖുർആനൊരു ആയത്തുണ്ട് 18ഓളം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ആ ദിവസം മുതൽ പല തലമുറകൾക്കും പല രാജ്യങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും സമൂഹങ്ങൾക്കും അതാത് ആൾക്കാരെ അയച്ചിട്ടുണ്ട്. ഖുർആനിൽ തന്നെ അവരെ എണ്ണി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൂറത്തുൽ അൻആമിൽ അവരെ കുറിച്ച് പറയുന്ന ആയത്തിലുണ്ട് ഇസ്ഹാഖ വ യാക്കൂബ് വ നൂഹൻ വ ദാവൂദ വ സുലൈമാന വ അയ്യൂബ വ മൂസ വ ഈസ വ ഇല്യാസ വ സക്കരിയ. ഇങ്ങനെ തുടങ്ങി കാലഘട്ടങ്ങളായി. കാരണം 1400 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയൊരു സംരംഭമായിരുന്നെങ്കിൽ ലോകരക്ഷിതാവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോജിക്കലാണോ? അല്ലല്ലോ. മറിച്ച് ഭൂമിയും ലോകവും ഇതെല്ലാം സജ്ജീകരിക്കപ്പെട്ട അന്ന് മുതൽ ഉള്ളൊരാശയമായി വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ പ്രസക്തി. ഇവിടെയാണ് കൃത്യമായി ഇസ്ലാം ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രവാചകന്മാർ അഥവാ ഇസ്ലാമിൻ്റെ ഈ ഒരു ദൗത്യം എന്താണ്, നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പല കാലഘട്ടങ്ങളായിട്ട് അയച്ചിട്ടുണ്ട് എന്ന് ഖുർആനിലൂടെ പറയുന്നത്. ഇപ്പം നമുക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായി, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇൻഷാ അല്ലാഹ് മനസ്സിലായി. ഇനി നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാശയമാണ് യുക്തിവാദം. നമ്മൾ ചിന്തിച്ചാൽ ദൈവമില്ല എന്ന് പറയുന്ന ഒരു ആശയമാണല്ലോ യുക്തിവാദം. ഇതിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവനവൻ്റെ യുക്തി ഉപയോഗിച്ച് ചുറ്റും പുറത്തു നിന്ന് പഠിച്ച് നോക്കുമ്പോൾ എത്തുന്ന വസ്തുതാപരമായ ഒരു സത്യമാണെന്ന് ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്, ഇതൊന്നും ശരിയല്ല എന്ന് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? യുക്തിവാദികളാവുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാടിൽ ഒരുപാട് ശരികളുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ചിന്തിക്കും, മുസ്ലിമായ നമ്മൾ എന്തിനാണ് അവരെ നിലപാടിൽ ശരിയുണ്ടെന്ന് പറയണത്? കാരണം ശരിയുള്ളത് ശരിയാണല്ലോ. പക്ഷെ ഇവിടെ പൂർണ്ണതൻ്റെ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്ത യുക്തിവാദികൾ പറഞ്ഞ അതേ ആശയത്തിൻ്റെ പൊരുളിൽ നിന്നാണ് പ്രവാചകന്മാരും പ്രബോധനം തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും പറഞ്ഞത് എന്താണ്? നിങ്ങൾ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ ആരാധിക്കരുത്, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവങ്ങളെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ യുക്തിവാദികൾ അവരെ യുക്തി ഉപയോഗിച്ച് എത്തിച്ചേർന്ന നിലപാട് ഒരു പരിധി വരെ അതിൽ ഒരുപാട് വസ്തുതകളുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണത ഒരു പക്ഷേ അവർക്ക് മനസ്സിലാവാൻ ഇത് വായിക്കേണ്ടി വരും. പക്ഷേ പല മുൻധാരണകൾ കാരണവും ഇതിന് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും അവരെന്ത് ചെയ്തിട്ടില്ല, ആ പൂർണ്ണതയിലേക്ക് അവരെന്തൊരു ഉത്തരത്തിൻ്റെ പിന്നാലെയാണോ, എന്തൊരു ഉത്തരമാണോ അവർ തേടുന്നത് അതിലേക്ക് ഏറെക്കുറെ ഒരു 70% അവർ എത്തി. പക്ഷെ അതിൻ്റെ ബാക്കി 30% അത് അവർക്ക് ഒരു പക്ഷേ ഇത് വായിച്ചാലാണ് അവർക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവുക എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ IT ഫീൽഡിലായതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് പ്രത്യേകം പറയാൻ പറ്റും, നമ്മളെ ശരീരം ഒരു ഹാർഡ്വെയർ ആണെങ്കിൽ ഇതിനു വേണ്ടി കാലങ്ങളായി പല കാലത്ത് ഇറക്കിയ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടുള്ള കമ്പ്യൂട്ടർ ഏതായിരുന്നു? Windows 98, പഴയ കമ്പ്യൂട്ടർ. അതിൽ Windows 98 സോഫ്റ്റ്വെയറേ കയറുള്ളൂ. പിന്നെ കമ്പ്യൂട്ടറുകൾ എന്ത് സംഭവിച്ചു? കുറച്ചും കൂടി കപ്പാസിറ്റി കൂടി. അപ്പോൾ അതിലേക്ക് എന്ത് നമുക്ക് വേണമെങ്കിൽ Windows XP ഇൻസ്റ്റാൾ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ സമൂഹങ്ങളും അതേപോലെ എന്ത് സംഭവിച്ചു? അവർക്ക് ബുദ്ധിയും വിവേകവും എക്സ്പോഷറും ഇങ്ങനെ കയറി മനുഷ്യൻ്റെ ബുദ്ധി ഇങ്ങനെ എന്ത് ചെയ്തു? സമൂഹങ്ങൾ വളർന്നു വന്നു. അവിടെയാണ് ഇതിൻ്റെ ഓരോ പതിപ്പ്
വെർഷൻ 1, വെർഷൻ 2, വെർഷൻ 3 ഓരോ സമൂഹത്തിനും വന്ന് അവസാനത്തെ നമ്മൾ പറയലുണ്ടല്ലോ, പുതിയ ഒരു അപ്ഡേറ്റ് വരുന്നതിന് മുന്നേ ഇനി ഈ വിഷയത്തിൽ ഒരു അപ്ഡേറ്റും ഉണ്ടായിരിക്കില്ല എന്ന് നമ്മളെ IT ഫീൽഡിൽ പറയാറുണ്ട്. അതുപോലെ ലോക അവസാനത്തിന് മുന്നേ പക്വതയിൽ പൂർത്തിയെത്തിയ ഈ ഒരു സമൂഹത്തിന് ഇനി ഒരു അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായ ഇത്രയും കാലം ഇറങ്ങിയ മുഴുവൻ കാര്യങ്ങളെയും ഒരു നൂല് പോലെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പസിലാണെങ്കിൽ അതിൻ്റെ ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ വെച്ച് പൂർണ്ണ ചിത്രം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ സമ്മറൈസ് ചെയ്ത ഇതിൻ്റെ അവസാനത്തെ പതിപ്പാണ് യഥാർത്ഥത്തിൽ എന്ത്? ഖുർആൻ. അതുകൊണ്ട് ഈ ഒരു ഖുർആൻ ഇതെന്താണ് പറയുന്നത് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ യുക്തി ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും നിങ്ങളെ സാഹചര്യങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങളിത് വിലയിരുത്തിക്കോളൂ. പക്ഷേ മുൻധാരണകൾ മാറ്റിവെച്ച് നമ്മൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് ഇതെല്ലാവരും, ഇതിൻ്റെ ഫസ്റ്റ് വാക്ക് തന്നെ എന്താണെന്ന് അറിയാം, ഇതിലിറങ്ങിയ ഇക്ര എന്നാണ്, വായിക്കുക എന്നാണ്. അപ്പോൾ ആ വായിക്കുക എന്നുള്ള വായനയിലേക്ക് ഇതിലെന്താണ്, ഈ ഒരു മെസ്സേജ് എന്താണ് എന്ന് നിങ്ങളെ യുക്തിക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇത് കേവലം ഒരു പ്രസംഗം കേട്ട് നമ്മളിന്ന് മടങ്ങിപ്പോകുന്ന രീതിയിലാവരുത് എന്നാണ് ഞങ്ങളൊരു ആഗ്രഹം. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇതിൽ പറയുന്നതിൽ സത്യമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളുടെ യുക്തി തന്നെ ഉപയോഗിച്ച് നിങ്ങൾ എല്ലാവരും പരിശോധിക്കണം, പഠിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, എൻ്റെ ക്രൈസ്തവ സുഹൃത്തുക്കൾ ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ, ഖുറാനിലൊരു ആയത്തുണ്ട്, ക്രൈസ്തവ സഹോദരന്മാർ ഖുറാൻ ഓതുമ്പം അവർക്കിത് സത്യമാണെന്ന് മനസ്സിലാവുമ്പോൾ ഒരു രംഗം, കണ്ണിന്ന് വെള്ളം വരും, കണ്ണുനീര് വരും എന്നല്ല പറഞ്ഞത്, അവരെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. കാരണം ഹാദാ മിനൽ ഹക്ക്, ഇത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് വളരെ ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾ ഏവരും ഇന്ന് തന്നെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ല തുടക്കം എന്നുള്ള രീതിയിൽ ഇന്ന് വൈകുന്നേരം തന്നെ പോയാൽ പഠിക്കാൻ പറ്റിയൊരു സൂറത്താണ് സൂറത്തുൽ മറിയം. അതാ നമ്മൾ മാതാവ് മേരി എന്ന് പറയുമല്ലോ, സൂറത്തുൽ മറിയം അതിൻ്റെ അറബിക് പേര് സൂറത്തുൽ മറിയം. കേവലം ഒരു 18 മിനിറ്റ് നിങ്ങൾ തന്നെ ഇന്ന് തന്നെ യൂട്യൂബിൽ സൂറത്തുൽ മറിയം റെസിറ്റേഷൻ, അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളൊന്ന് നോക്കി, നിങ്ങളൊന്ന് വിലയിരുത്തി നിങ്ങളെല്ലാവരും പഠിക്കണം. കാരണം ഒരു പക്ഷേ ഞാൻ ഈ ഖുറാനിൽ പറഞ്ഞ കണ്ണുനീരുമായി നിങ്ങൾ ഒരു പക്ഷേ കണ്ടുമുട്ടും. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. സൗരങ്ങളെ ഈ വിഷയം കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാനായിട്ട് കുറഞ്ഞ സമയമുള്ളൂ. ആദിൽ ലത്തീഫ് സലാഹിയെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇഫ്താറിനോടനുബന്ധിച്ചുള്ള ഒരു ഫംഗ്ഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇഫ്താർ എന്നുള്ളത് കേവലം വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ എന്നതിലപ്പുറം ദീർഘമായ സമയം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ ശരീരത്തെ ശുദ്ധമാക്കി, മനസ്സിനെ ശുദ്ധമാക്കി, തിന്മകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് നന്മകൾ മാത്രം സംസാരിച്ച് നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ, ഭക്ഷണം കഴിക്കുന്ന, സൗഹൃദങ്ങൾ പുതുക്കുന്ന, പരസ്പരം മനുഷ്യത്വത്തെ പ്രകീർത്തിക്കുന്ന ഒരു രംഗമാണ്. നോമ്പിലൂടെയും അത് തന്നെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ആത്മീയമായി സംസ്കരിക്കുക എന്നുള്ളതാണ്
നോമ്പാണെങ്കിലും നോമ്പിലൂടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഒരാൾക്ക് അയാൾ അധ്വാനിച്ചതിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അനുവദനീയമായ ഭക്ഷണം പോലും പകൽ സമയങ്ങളിൽ കഴിക്കാതെ മാറ്റിവെച്ച് ഒരു നിശ്ചിത സമയത്ത് മാത്രം കഴിക്കുന്ന ഒരു സിസ്റ്റം അയാൾ കൊണ്ടുവരുമ്പോൾ അത് ആത്മാർത്ഥമായി ശീലിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ മറ്റുള്ളവരുടെ സ്വത്ത്, അയാൾക്ക് അനുവദനീയമല്ലാത്ത ഭക്ഷണം കഴിക്കാൻ ഒരിക്കലും അയാൾക്ക് കഴിയില്ല. സ്വന്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെ, അനുവദനീയമായ കാര്യങ്ങൾ തന്നെ ഒരു നിശ്ചിത സമയം അത് ചെയ്യാതെ ഒരു സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നീട് ഈ നോമ്പിന്റെ സമയം കഴിഞ്ഞാലും, നോമ്പിന്റെ റമദാൻ മാസം കഴിഞ്ഞാലും അവിടെ അയാളുടെ ശരീരത്തെ സൂക്ഷിക്കുവാനും അയാളുടെ മനസ്സിനെ സൂക്ഷിക്കുവാനും സംസ്കരിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. ആ സംസ്കരണം, ആ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇസ്ലാം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ മതമാണ് എന്നാണ്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹ വഇലൈഹി യുർജഊൻ. അല്ലാഹുവിന്റെ മതമല്ലാത്ത മറ്റു വല്ല മതമാണോ അവർ ആഗ്രഹിക്കുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം തന്നെ തൗഅൻ വകർഹൻ, നിർബന്ധപൂർണമായിക്കൊണ്ടോ അനുസരണപൂർണമായിക്കൊണ്ടോ അവന് കീഴൊതുങ്ങിയിരിക്കുന്നു, അവയെല്ലാം മുസ്ലിങ്ങളായിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സൂര്യൻ കത്തിജ്വലിക്കുന്നത് ദൈവികമായ നിയമങ്ങൾക്കനുസൃതമായിട്ടായതുകൊണ്ട് തന്നെ ആ സൂര്യൻ ജ്വലിക്കുമ്പോൾ സൂര്യൻ മുസ്ലിമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ചന്ദ്രൻ പ്രകാശം ചൊരിയിക്കുന്നത് ദൈവികമായ നിയമങ്ങൾക്കനുസൃതമായത് കൊണ്ട് തന്നെ ആ ചന്ദ്രൻ ദൈവത്തിന് കീഴൊതുങ്ങിയതാണ്, മുസ്ലിമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇസ്ലാം മനുഷ്യപ്രകൃതിയുടെ മതമാണ് എന്നാണ്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നീ നിന്റെ മുഖത്തെ തിരിക്കുക. എങ്ങോട്ടാണ് മുഖത്തെ തിരിക്കേണ്ടത്? ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, വക്രതയില്ലാത്തവനായി മതത്തിലേക്ക് നീ നിന്റെ മുഖത്തെ തിരിക്കണം. ആ മതത്തിന്റെ സവിശേഷത ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ, മനുഷ്യനെ ഏത് പ്രകൃതിയിലാണോ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആ പ്രകൃതിയുടെ മതമാണ് ഇസ്ലാം എന്നാണ്. അഥവാ നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ഐച്ഛികമായ പ്രവർത്തനങ്ങളുണ്ട്, രണ്ടാമത്തത് അനൈച്ഛികമായ പ്രവർത്തനങ്ങളുണ്ട്. ഐച്ഛികമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നു, നടക്കാൻ തോന്നുമ്പോൾ നമുക്ക് നടക്കാൻ കഴിയുന്നു. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളുണ്ട്. എന്നാൽ അനൈച്ഛികമായ പ്രവർത്തനം, ഹൃദയത്തിന്റെ മിടിപ്പ്, ആ ഹൃദയത്തിന്റെ മിടിപ്പ് നമ്മൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം, ഇങ്ങനെ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ പലതും അനൈച്ഛികമായ പ്രവർത്തനങ്ങളാണ് അവയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അനൈച്ഛികമായ പ്രവർത്തനങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ തൻ്റെ ജീവിതത്തെ സമ്പൂർണമായും സമർപ്പിക്കുമ്പോഴാണ് അയാൾ മുസ്ലിമായി തീരുന്നത്. ഒരു മുസ്ലിം പേരുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം അഡ്രസ് ഉള്ളത് കൊണ്ടോ അയാളെ മുസ്ലിമായി പരിഗണിക്കാൻ കഴിയില്ല എന്നും, മറിച്ച് തൻ്റെ ജീവിതത്തെ സർവശക്തനായ ദൈവത്തിന് മുന്നിൽ സമ്പൂർണമായി സമർപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് സമർപ്പണം എന്ന് ഇസ്ലാമിനെ വിശദീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ഇസ്ലാം വ്യാപകമായ ചർച്ചകൾക്ക് വിധേയമായ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം എന്താണ് എന്ന് പഠിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്, അതിൻ്റെ പ്രായോഗിക വിശദീകരണമായ സുന്നത്തിൽ നിന്നാണ്. പരിശുദ്ധ ഖുർആനിനെ
ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും, ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, പ്രവചനത്തിന്റെ എന്ന് വേണ്ട, നമ്മുടെ മുന്നിലുള്ള ഏത് മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കിയാലും ആ ഖുർആനിന്റെ ദൈവികത നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രൂപത്തിൽ തന്നെ ഇസ്ലാമിനെയും ഖുർആനിനെയും പഠിക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അതിന് മുന്നായിട്ട് ഇത്തിഹാദ് ശുബാൽ മുജാഹിദീൻ, കേരള നേതൃത്വ മുജാഹിദീൻ്റെ യുവജന പ്രസ്ഥാനമായ ഇത്തിഹാദ് ശുബാൽ മുജാഹിദീൻ കേരളത്തിലുടനീളം ജീവകാരുണ്യ ദാവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ട് ശേഖരം നടത്തുന്നുണ്ട്. അതിന് ഒരു ആപ്പ് അവർ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു ജിദ്ദ ഏരിയ ഉദ്ഘാടന കർമ്മം ഇവിടെ വെച്ച് നിർവഹിക്കുകയാണ്. ബഹുമാന്യനായ ഇത്തിഹാദ് ശുബാൽ മുജാഹിദ് ISMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ഷുക്കൂർ സലാഹി അത് ഷാഫി ആലുവക്ക് നൽകി നിർവഹിക്കുന്നു. അതിനുവേണ്ടി രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ഈ ഒരു പദ്ധതിയെക്കുറിച്ച് വളരെ ചുരുക്കി വിവരിക്കാൻ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സംഘടനാ നേതാക്കളെ, സഹോദരങ്ങളെ, കേരള നേതൃത്വ മുജാഹിദീൻ്റെ യുവജന വിഭാഗമാണ് ISM. കേരളത്തിലുടനീളം ദഅ്വ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ്. ഇവിടെ ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ള ISM വൈറ്റ് ഷർട്ട് പീസ് ചലഞ്ച് എന്ന പേരിൽ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി നടന്നു വരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ജിദ്ദ ഏരിയ തല ഉദ്ഘാടന കർമ്മമാണ്. വൈറ്റ് ഷർട്ട് പീസ് ചലഞ്ച് എന്ന പേരിൽ നിങ്ങൾക്ക് ISM ചലഞ്ച് എന്ന് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും സെർച്ച് ചെയ്താൽ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതിൽ നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും കേരളത്തിലെ നമ്മുടെ ഏത് പ്രദേശത്താണ് എന്നുള്ളതൊക്കെ ഫോൺ നമ്പറും ഒക്കെ നമ്മൾ കൊടുത്താൽ 700 രൂപയാണ് ഒരു ഷർട്ട് പീസിൻ്റെ വിലയായി ഉള്ളത്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇന്ത്യയിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു കമ്പനിയുടെ വെള്ള ഷർട്ട് പീസാണ് നമ്മൾ നൽകുന്നത്. ഇതിൽ നിന്നുള്ള ലാഭവിഹിതം നമ്മൾ ഉപയോഗിക്കുന്നത് വിധവകളായ, അനാഥകളായ, തീരപ്രദേശങ്ങളിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളായ മനുഷ്യരുടെ അവരുടെ പ്രയാസങ്ങൾ അകറ്റുന്നതിനും വേദനകൾ അകറ്റുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തനം നിർവഹിക്കുന്നത്. റമദാനിൽ ISM നിർവഹിക്കുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ ഇഫ്താർ ടെൻറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 50-ലധികം ഇഫ്താർ ടെൻറ്റുകളിലായി ഒരു ദിവസം 5000-ലധികം ആളുകളാണ് വഴിയാത്രക്കാരായ, നോമ്പ് തുറക്കാൻ പള്ളികളിലും വീടുകളിലും എത്തിച്ചേരാൻ കഴിയാത്ത സാധാരണക്കാരായ ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ISM നടപ്പിലാക്കിയതിൽ 5000-ലധികം ആളുകളാണ് ഒരു ദിവസം അതിൻ്റെ പ്രയോജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ റമദാൻ, എല്ലാ റമദാനുകളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ വീടുകളിൽ 5000-ലധികം ഇഫ്താർ കിറ്റുകളാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് പോയ 150ഓളം കുടുംബങ്ങൾക്ക് താൽക്കാലികമായ വാസസ്ഥലങ്ങൾ ഒരുക്കിക്കൊടുത്ത യുവജന കൂട്ടായ്മയാണ് ISM. അവരുടെ വാടകയും അവരുടെ വീടിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഇപ്പോഴും ISMൻ്റെ ഘടകങ്ങളാണ്. 100-ലധികം ആളുകൾക്ക് വീടില്ലാത്ത, സ്വന്തമായി സ്ഥലമുള്ള വീടില്ലാത്ത, നൂറുകണക്കിന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ISMൻ്റെ ഗോൾഡൻ ഹോം പദ്ധതിയിലൂടെ കേരളത്തിലുടനീളം വീടുകൾ നൽകിയ കൂട്ടായ്മയാണ് ISM. ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണത്തിനായിട്ടാണ് നമ്മൾ ഈ ആപ്പ് പുറത്തിറക്കുകയും അതിലൂടെ ഇത്തരമൊരു പ്രചരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. 700 രൂപ എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മളത് പങ്കാളിയായാൽ 3 കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, നമുക്കൊരു വെള്ള ഷർട്ട് ധരിക്കാൻ, പെരുന്നാളിന് ധരിക്കാൻ കഴിയുന്ന വെള്ള ഒരു ഷർട്ട് നമുക്ക് ധരിക്കാൻ അതിൻ്റെ തുണി നമുക്ക് ലഭിക്കും.
ഇനി നമുക്കത് ആവശ്യമില്ലെങ്കിൽ അത് ഹദിയ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഏതെങ്കിലും ആളുകൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് എൻ്റെ വകയായി ഒരു പെരുന്നാൾ ഹദിയ നൽകാൻ നമുക്കിതിലൂടെ അവസരമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഉപ്പക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൂടപ്പിറപ്പുകളായ സഹോദരങ്ങൾക്ക് ഒരു പെരുന്നാൾ ഹദിയയായി ഒരു പെരുന്നാളിൻ്റെ വസ്ത്രം തയ്ക്കാനുള്ള തുണി നൽകണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഈ ആപ്പിൽ കയറുകയോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണുകയോ ചെയ്താൽ ISMൻ്റെ പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ ആ സംവിധാനം എത്തിക്കും. ഇനി നമുക്ക് ഇതൊന്നുമില്ലെങ്കിൽ പോലും ഇതിലൂടെ കിട്ടുന്ന ലാഭവിഹിതം കേരളത്തിലെ രോഗികളായ, വിധവകളായ, അനാഥകളായ ആയിരക്കണക്കിന് മനുഷ്യരെ സമാധാനിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് അതിൻ്റെ ഭാഗമായി അതിൻ്റെ പങ്കാളികളായി പ്രവേശിക്കാൻ നമുക്ക് കഴിയും. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഈ ആപ്പ് പുറത്തിറക്കുകയും ഒരു ഫണ്ട് ശേഖരണം നടത്തുകയും ചെയ്യുന്നത്. എല്ലാ ആളുകളുടെയും പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാകണം. സൗദി അറേബ്യയിൽ 3 പീസ് ഷർട്ട് പീസുകൾക്ക് 100 റിയാലാണ് അതിൻ്റെ ഒരു തുകയായി വരുന്നത്. നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഹദിയ ചെയ്യാം. നമ്മുടെ കീഴിലുള്ള ജീവനക്കാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ സ്നേഹിതന്മാർക്ക്, ഇതൊന്നുമല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഹദിയ ചെയ്യാനുള്ള സൗകര്യം ISMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഒരുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ പങ്കാളികളായി ഉണ്ടാകണം എന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച, അതിന് അവസരമൊരുക്കിയ ജിദ്ദ ഇസ്ലാഹി സെൻ്ററിനും അതിൻ്റെ ഭാരവാഹികൾക്കും ISM സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.